ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇന്ന് കനുപ്രിയ വിട്ടിട്ട് തുളസീദാസിൻ്റെ ഒരു ദോഹ എടുക്കാൻ ബാക്കിയുണ്ട്. ഓക്കെ, അത് ഇന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ദോഹ ഓർമ്മ ഉണ്ടാവില്ലേ? തുളസീദാസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്തി കാലഘട്ടത്തിലെ സഗുണ ഭക്തി ശാഖയിലെ രാമഭക്ത് കവിയാണ് തുളസീദാസ്. രാമനെ പറ്റിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും തുളസീദാസിൻ്റെ രാമചരിതമാനസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സുന്ദരകാന്ഡത്തിലുള്ള ഒരു 3 ദോഹയാണ്. 2 ദോഹ നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞു. അപ്പം അതിൻ്റെ നടുക്കത്തെ ദോഹ എടുക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പം ആ ദോഹേനെ പറ്റിയിട്ടും നമ്മൾ ഒരു അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ദോഹ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ദോഹ, ഹനുമാൻ തേഹി परसाकर मुनि किन्ह प्रणाम, राम काजू किन्हे बिनु मोहि कहाँ विश्राम. हनुमान कहाँ पर जा रहे हैं? हनुमान सीता के ढूंढने के लिए, सीता देवी को ढूंढने के लिए वो लंका जा रहा है. किसकी आज्ञा से? राम की आज्ञा से वो लंका जा रहा है. तब वह सोच रहा है कि मैं कैसे वहाँ तक पहुँचूँ, अवड़म वरे एंगने एत्तुम. ओके, तो वह वहाँ से जल्दी ही समुद्र मार्ग लंका जाने के लिए तैयार हो जाता है. സമുദ്ര മാർഗം ലങ്കയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ആ സമയത്ത് ഈ സമുദ്രമാർഗത്തിൽ യാത്ര ചെയ്യുന്ന ഇടയെ ദേവന്മാർ അല്ലെങ്കിൽ സമുദ്ര ദേവൻ സങ്കടം തോന്നിയിട്ട് അവിടെ ഒരു പർവ്വതം വരികയാണ്. ഓക്കെ, ആ പർവ്വതത്തിൻ്റെ മേലെ ചവിട്ടിയിട്ട് വിശ്രമിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ സമയത്ത് പർവ്വതത്തോട് പറയുന്ന ലൈൻസാണ് ഈ 2 വരി. ഹനുമാൻ തേഹി പർസാ കർ പുൻഹി കിൻഹ പ്രണാം. ഹനുമാൻ ഈ പർവ്വതം അവിടെ വന്ന് നേരെ നിന്നപ്പോൾ സമുദ്ര തടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്ന് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതാണ്. സമുദ്ര തടത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് മേലേക്ക് വന്ന് നിൽക്കുകയാണ് സമുദ്രം. എന്നിട്ട് പർവ്വതം. ആ പർവ്വതം പറയാണ്, കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് നൈരാംഗ പർവ്വതം കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പം പർവ്വതത്തോട് ആ പർവ്വതത്തെ മെല്ലെ സ്പർശിച്ചുകൊണ്ട്, തേഹി പരസ മെല്ലെ സ്പർശിച്ചുകൊണ്ട് പ്രണാമം ചെയ്തുകൊണ്ട് പറയാണ്, രാം കാജു കിൻഹേ ബിനു മോഹി കഹാ വിശ്രാം. എനിക്ക് രാമൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യം ചെയ്യാണ്ട് എനിക്കൊരു വിശ്രമം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ ആ പർവ്വതത്തിൽ വിശ്രമിക്കാണ്ട് അവിടെ നിന്ന് പോകുന്ന ഒരു ചെറിയൊരു ദോഹയാണ് ഇതിൽ കണ്ടത്. അടുത്ത നോക്കൂ. രാം കാജു സബ്ഹു കരീഹു തുംഹ ബൽഹ വൃദ്ധി നിധാൻ, ആശിസ് ദേഹ് ഗയി സോ ഹർഷി ചലേയു ഹനുമാൻ. ഇതാണ് എടുക്കാൻ വിട്ടുപോയത്. പക്ഷെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സമുദ്രമാർഗത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ നമ്മളുടെ ദേവലോകത്ത് നിന്ന് ഈ ഇന്ദ്രൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാക്ഷസിയെ അയക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ രാക്ഷസിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാക്ഷസിയുടെ വായുടെ ഉള്ളിൽ വരെ ഹനുമാൻ ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, ആ പിക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ആ രാക്ഷസിയുടെ രൂപം വർദ്ധിക്കുന്നതനുസരിച്ച് ഹനുമാൻ്റെ രൂപവും വികസിച്ച് വരും. അതേപോലെ അവർ പെട്ടെന്ന് ഹനുമാൻ ചെറിയ രൂപം ധരിച്ച് രാക്ഷസിയുടെ വായിലേക്ക് വന്ന്, അതല്ലേ ആഗ്രഹം, എന്നെ വിതുങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം രാക്ഷസിയുടെ വായിലേക്ക് വന്ന് അവിടെ ഇരുന്ന് നമ്മൾ തൊട്ടിട്ട് പോകില്ലേ, തൊട്ടിട്ട് അവിടെ നിന്ന് പറന്നു പോവുകയാണ്. ആ സമയത്ത് രാക്ഷസി ഹനുമാനോട് പറഞ്ഞ വാക്കുകളാണ് ഇതിൽ പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് അത് ഹനുമാൻ രാക്ഷസിയുടെ വായിലിരുന്നിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ
ഹനുമാനോട് ആ രാക്ഷസി പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. രാം കാജു സബ്ഹു കരിഹു. അപ്പോൾ രാക്ഷസി പറയാണ്, തും ശ്രീരാം ജിക്ക് സബ് കാര്യ കരോगे. നീ ശ്രീരാമജി എന്താ ശ്രീരാമൻ്റെ എല്ലാ കാര്യവും നീ ചെയ്യും. അതിന് വിഘ്നം വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ രൂപം മാറിക്കൊണ്ട് അവിടെ തൊട്ട് അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ആഗ്രഹം അതല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷ്യത്തിനായി അല്ലെ ഭോജനത്തിനായി അതിൻ്റെ വായു വരെ പോയി തിരിച്ച് വരികയാണ്. അപ്പോൾ രാക്ഷസി പറയാണ്, രാക്ഷസി സന്തോഷ് മീൻസ് ഹാപ്പിയായി. അപ്പം രാക്ഷസി പറയാണ്, തും ശ്രീരാമജി ക സബ് കാര്യ കരോगे. നീ രാമൻ്റെ സബുഹും, രാമ കാജു എന്ന് വെച്ചാൽ രാം കാ കാര്യ, സബ് കരോगे എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നീ ചെയ്യും. ക്യോങ്കി തും ബൽ ബുദ്ധി നിദാൻ, ക്യോങ്കി തും ബൽ और ബുദ്ധി കെ ഭണ്ഡാർ ഹോ. നീ ശരിക്കും പറഞ്ഞാൽ ബലവും രണ്ടും കൂടി എന്താ, ചില ആൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ശക്തി ഉണ്ടാവില്ല, ശക്തി ഉണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടാവില്ല. നീ രണ്ടും കൂടിയുള്ള മഹാനായ ഒരു ശ്രേഷ്ഠ വ്യക്തിയാണ്. അതുകൊണ്ട് നിനക്ക് രാമൻ പറഞ്ഞ കാര്യം, രാമൻ ഏൽപ്പിച്ച കാര്യം നിനക്ക് ചെയ്യാൻ, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ആര് പറയാണ്, രാക്ഷസി പറയാണ്. ആശിഷ്, ആശിഷ് എന്ന് വെച്ചാൽ ആശീർവാദം. ആശീർവാദം, ഈ ഒരു ആശീർവാദം നിനക്ക് ചെയ്യാൻ പറ്റും, നീ പോകുന്ന കാര്യം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രാക്ഷസി അവിടെ നിന്ന് പോവുകയാണ്. എന്താ ആശീർവാദം കൊടുത്തിട്ട്, ആശീർവാദ് ദേക്കർ വഹ് ചലി ഗയി. ആശീർവാദം കൊടുത്തിട്ട് രാക്ഷസി അവിടുന്ന് പോവുകയാണ്. ഹർഷി ചലേയു ഹനുമാൻ. ഇത് കേട്ടപ്പം ഹനുമാന് സന്തോഷമായി. ഹർഷി എന്ന് വെച്ചാൽ സന്തോഷം. ഹർഷി ചലേയു ഹനുമാൻ, बहुत संतोष होकर हनुमान वहाँ से चले जाते हैं. അപ്പം മനസ്സിലായോ? അപ്പം यहाँ पर क्या कह रहे हैं, സർസ എന്ന് പറഞ്ഞ രാക്ഷസി ഹനുമാനോട് പറയുന്ന 2 ലൈൻസാണ്, ദോഹയാണ്. എന്താ പറയുന്നത്? സർസ ഹനുമാൻജി സെ कहती हैं कि तुम ശ്രീ രാമചന്ദ്ര ജി കാ സബ് കാര്യ കരോगे. എല്ലാ കാര്യങ്ങളും നീ ചെയ്യും, നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. രാമൻ എന്താണോ ഏൽപ്പിച്ച് ആ കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ബുദ്ധിയും ശക്തിയും നിനക്ക് ഉണ്ട്. നീ ബുദ്ധിയും ശക്തിയുടെയും ഭണ്ഡാരമാണ്. നിനക്ക് എല്ലാവിധ ആശീർവാദവും എന്ന് പറഞ്ഞിട്ട് ആ സരസ എന്ന് പറഞ്ഞ രാക്ഷസി അവിടുന്ന് പോവുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ यहाँ पर ദാസ്യ ഭാവന देखने को मिलता है. ദാസ്യനായിട്ട്, രാമൻ്റെ ദാസ്യനായിട്ട് ഉള്ള ഒരു ഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യം രാമൻ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കും, അത്രയും ഗുരുഭക്തിയാണ്. ഓക്കെ, അടുത്ത തേർഡ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പുര രഖവാരെ ദേക്കി ബഹു കപി മൻ കിൻഹ വിചാർ അതി ലഘു രൂപ ധരെ നിസി സാഗർ കരെ പൈസാർ. ഓർമ്മയുണ്ടോ? ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ലങ്കയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ലങ്കയുടെ അടുത്തുള്ള ഒരു പർവ്വത ശിഖരത്തിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കുകയാണ്, പ്ലാൻ ചെയ്യുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റുമോ, പെട്ടെന്ന് സീതാദേവീനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം അത്രയും ആ ലങ്കയുടെ സുരക്ഷ കണ്ടിട്ട് തോന്നുകയാണ് അത്ര പെട്ടെന്നൊന്നും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അത്രയും വലിയ നഗരമാണ്, അത്രയും ബലവാന്മാരായ കാവൽക്കാരാണ് അവിടെ ഉള്ളത്. അത്ര പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു ബുദ്ധിയാണ് ഇവിടെ കാണിക്കുന്നത്. ഹനുമാൻ ചില ശക്തിയുള്ള ആൾക്കാർ വേഗം ഓടിപ്പോയി എല്ലാത്തിനെയും വെട്ടിയിട്ട് കയറുക ചെയ്യുക അല്ലേ. പക്ഷേങ്കിൽ ഹനുമാൻ ബുദ്ധി കൂടി ഉപയോഗിച്ചിട്ട് സമയമാവട്ടെ, രാത്രി ഞാൻ എൻ്റെ രൂപം ചെറുതാക്കിക്കൊണ്ട് അവിടത്തേക്ക് പ്രവേശിക്കാം, എന്താ വെച്ചാൽ ഇവർ നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഫലമുണ്ട്, പക്ഷേങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് കാര്യം നടക്കണം. പെട്ടെന്ന് ഇവർ എന്നെ തിരിച്ചറിയുകയും എന്നെ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും സീതാദേവിനെ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ആദ്യം എൻ്റെ ലക്ഷ്യം സീതാദേവിയെ കണ്ടെത്തുക, രാമൻ്റെ
രാമൻ പറഞ്ഞയച്ചതാണെന്നും പറയാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആലോചിച്ചു കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എങ്ങനെ പുരരക്ക് വാരേ, അവിടെ ആ ലങ്കയിൽ അത്രയും ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഓക്കെ, കഹു കപി കിൻഹ് വിചാർ, ഇങ്ങനെ ആലോചിക്കുകയാണ്. ടൈറ്റ് സെക്യൂരിറ്റി എന്നത് പ്ലാൻ എ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അതി ലഘു രൂപ്, അപ്പോൾ ഐഡിയ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടിയ പോലെ ഒരു ഐഡിയ മനസ്സിൽ വന്നു. എന്താ, ഇത്രയും രാത്രി പോവുക, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം, ഏറ്റവും ചെറിയ രൂപം ധരിച്ചുകൊണ്ട് ആ ലങ്കയിലേക്ക് പ്രവേശിച്ചിട്ട് സീതാദേവിയെ കണ്ടെത്തി കൊണ്ട് അതിനുശേഷം നമുക്ക് യുദ്ധം അല്ലെങ്കിൽ അവരെ മുന്നേ പ്രത്യക്ഷപ്പെടാം. ഓക്കെ, അപ്പം ഈ 3 ദോഹയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഗ്രൂപ്പിലിടാം. അപ്പോൾ അത് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.